ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. അതായത് RRB GDയുടെ ഏതാണ്ട് നോട്ടിഫിക്കേഷൻ ഉടൻ വരുമെന്നും അപ്ലൈ ചെയ്യാനുള്ള ടൈം ആയിരുന്നു. അതിൻ്റെ അർത്ഥം നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ട സമയമായി എന്ന് കൂടിയാണ്. അപ്പം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരു ചെറിയൊരു ഔട്ട്ലൈൻ തരികയാണ്. നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക, ഏതൊക്കെ രീതിയിൽ സ്കോർ ചെയ്താൽ നിങ്ങൾക്ക് എത്താൻ പറ്റും എന്നൊക്കെ ഒരു ഇൻഫർമേഷൻ മാത്രമാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു സ്റ്റഡി പ്ലാൻ ഞങ്ങൾ ഈ ചാനലിലൂടെ തരുന്നതായിരിക്കും. അതിനു മുമ്പ് തന്നെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാനുള്ള ഒരു ചെറിയൊരു ഐഡിയ തരിക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമായിട്ട് ഈ വീഡിയോ കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അതുകൊണ്ട് ഓർത്തിരിക്കുക, അതാണ്ട് ഇതിന് യോഗ്യതയുള്ള എല്ലാവരും 10ാം ക്ലാസ് യോഗ്യതയുള്ളൂ. പ്രായം 23 ജനറൽ കമ്മ്യൂണിറ്റിയുടെ 5 വർഷവും 3 വർഷവും ഇത് ഇളവുകൾ OBCക്കും SC/STക്കും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ഏജ് ബാറിലുള്ളവർക്കൊക്കെ എന്ത് ചെയ്യാം, ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ കാര്യങ്ങളും എങ്ങനെ പഠിക്കണം, ഏത് രീതിയിലായിരിക്കണം നിങ്ങളുടെ പഠനത്തിൻ്റെ നിലവാരം എന്നൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമ്മൾ ഈ പരീക്ഷയുടെ ആ ഒരു ഏജ് ലിമിറ്റാണ് പറയുന്നത്. ഇതിൽ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്യാനുള്ള പ്രായം 18 മുതൽ 23 ഇത് ജനറൽ കമ്മ്യൂണിറ്റിയുടെ കാര്യമാണ്. ഈ ജനറൽ കമ്മ്യൂണിറ്റിക്ക് ശേഷം OBCക്കാർക്ക് 3 വർഷം കൂടി ഇളവ് കിട്ടും. അതായത് 26 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ചിലപ്പോൾ അത് 25-ലായിരിക്കും ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ആ ഒരു ക്ലോസ് വെച്ചിട്ട് ചിലപ്പോൾ 25 വയസ്സ് വരെ പറ്റുകയുള്ളൂ, ചിലപ്പം 26 വരെ അപ്ലൈ ചെയ്തെന്ന് വരാം. ഇനി SC/ST ആണ്. SC/STക്ക് 5 വർഷമാണ്, ഏതാണ്ട് 28 വയസ്സ് വരെ അവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പം ഈ ഒരു ഏജ് ബാറാണ് പൊതുവെ കണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു പ്രായത്തിനകത്തുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാം, ഈ ഒരു ആപ്ലിക്കേഷൻ ഇടാവുന്നതാണ്. ഇനി ഈ വർഷം മുതൽ ചിലപ്പം അഗ്നിവീറുകൾക്കുള്ള പ്രത്യേക പ്രിവിലേജുകൾ കൂടി വരുമ്പോൾ അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഏജ് ആയിരിക്കും വരിക. അതായത് എത്ര നാൾ സർവീസ് ചെയ്തു പ്ലസ് അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെയാണ് അവരുടെ സർവീസ് വരുന്നത്. ഇതിപ്പോൾ സാധാരണക്കാർക്ക് വേണ്ടിയാണ്. അഗ്നിവീരുകളുടെ കാര്യം വേറൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇവിടെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ടും SSCയുടെ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഇടുന്നത് 27 ഓഗസ്റ്റ് 2024 ഈ ഒരു ലിങ്ക് അപ്പിയർ ചെയ്യുന്നതായിരിക്കും. 27 ഓഗസ്റ്റിൽ ഈ ഒരു ലിങ്ക് അപ്പിയർ ചെയ്യുന്നതായിരിക്കും. അന്ന് മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു ലിങ്ക് ഏതാണ്ട് 5 ഒക്ടോബർ വരെ, ഒക്ടോബർ 5-ാം തീയതി വരെ ഇതിലിങ്ങനെ നമുക്ക് ഇടാനുള്ള അവസരങ്ങൾ കിട്ടുന്നതായിരിക്കും. അതായത് ഇത്രയും ദിവസമാണ് നിങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ ആണ് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ അവസാനം വരെ കാത്തിരിക്കേണ്ട, കാരണം SSC ആണ്, പലപ്പോഴും റഷ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. രാജ്യത്ത് ധാരാളം ആൾക്കാർ ഒരുമിച്ച് അപ്ലൈ ചെയ്യുന്നൊരു എക്സാം കൂടിയാണ് എന്നതുകൊണ്ട് തന്നെ റഷ് ഉണ്ടാക്കാൻ നിൽക്കേണ്ട. എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, നിങ്ങളത് അപ്ലൈ ചെയ്യാൻ നിൽക്കുക. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സാണ്. സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടി ഉള്ള സെലക്ഷൻ പ്രോസസ്സ് ഒന്നുമല്ല, വളരെ സിമ്പിളാണ്. ഇതും ഏതാണ്ട് ഒരു 9 മാസം കൊണ്ട് തന്നെ തീരുന്ന ഒരു സെലക്ഷൻ പ്രോസസ്സുമാണ്. ഇതിൽ ആദ്യമായിട്ട് CBT ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണുള്ളത്. രണ്ടാമത് ഫിസിക്കൽ എഫിഷ്യൻസിയും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റുമാണ്. ദെൻ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. മെഡിക്കൽ എക്സാമിനേഷൻ ശേഷം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ആണ്. ഈ 4 ഘട്ടങ്ങളും കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നത് റാങ്ക് ലിസ്റ്റ് ആണ്. ആ റാങ്ക് ലിസ്റ്റിൽ എവിടെ ഉൾപ്പെട്ടാലും നിങ്ങൾക്ക് എന്തുണ്ടാവും, നിങ്ങൾക്ക് ജോലി ഉണ്ടായിരിക്കും. അല്ലാതെ റാങ്ക് ലിസ്റ്റിൽ കയറി വെയിറ്റ് ചെയ്യാനും വേണ്ട. റാങ്ക് ലിസ്റ്റിലുള്ളവരെ മുഴുവൻ എടുത്തുകൊണ്ടായിരിക്കും ഈ ഒരു പട്ടിക ക്ലോസ് ചെയ്യുന്നത്. വിത്തിൻ 9 to 10 മന്തിനുള്ളിൽ നിങ്ങൾക്ക് ജോലി കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. PSCയുടെ കൂട്ട് വർഷങ്ങളോളം കാത്തുകെട്ടി കിടക്കേണ്ടുന്ന കാര്യമൊന്നുമല്ല, ഇതിൽ കയറി പറ്റുക എന്നുള്ളതാണ്. അപ്പം അതിനുള്ളൊരു മാർഗം കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇനിയും ആദ്യം നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഇതിൽ എന്തൊക്കെ പഠിക്കണം എന്നൊരു കൃത്യമായ ധാരണ വേണം. അതിലാദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് എന്ന് പറയുന്നൊരു ഏരിയയാണ്. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിങ്ങളുടെ സ്കിൽ അളക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്നിക്കൽ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്ത് പറയുന്നത്, നിങ്ങളുടെ ഒരു ഇൻ്റലിജൻസ് അളക്കുന്നതാണ്. ബ്ലഡ് റിലേഷൻ അങ്ങനെയൊക്കെയുള്ള വളരെ സിമ്പിളായിട്ടുള്ള പിക്ചർ കണ്ടിട്ട് അസസ് ചെയ്യാനൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ്. അതൊക്കെ നിരന്തരമായിട്ടൊരു 1-2 മാസത്തെ പ്രാക്ടീസ് കൊണ്ട് നിസ്സാരമായിട്ട് ക്രാക്ക് ചെയ്തെടുക്കാവുന്ന ഒരു ഏരിയയാണ്. മാത്രവുമല്ല ഇത് വളരെ ഡിഫിക്കൽട്ടി ലെവലിലല്ല ഈ പരീക്ഷയ്ക്ക് GDക്കൊക്കെ ചോദിക്കുന്നത്, ഒരു മോഡറേറ്റ് ലെവലിലാണ് വരുന്നത്. പൊതുവേ എല്ലാവർക്കും നല്ല സ്കോർ കിട്ടുന്നൊരു പരീക്ഷയാണ്. ഈ ഒരു പേപ്പറിലൊക്കെ 20 മാർക്ക് നേടാൻ നമുക്ക് പറ്റുന്നതാണ്, വളരെ ഈസി ആയിട്ട് പറ്റുന്നതാണ്. അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. അത് മാത്തമാറ്റിക്സിൻ്റെ പോലും ഡിഫിക്കൽട്ടി ഇല്ല ഇതിന്. വളരെ കൃത്യമായിട്ട് എല്ലാവരും, അതായത് ഈ പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ഒരേ രീതിയിലായിരിക്കും ഇതിൻ്റെ ഡിഫിക്കൽട്ടി ലെവലും ഈസിനെസ്സും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് പറ്റും, നിങ്ങൾക്ക് റെഗുലർ പ്രാക്ടീസ് നിങ്ങളെ ഈസി ആയിട്ട് ഇത് ക്രാക്ക് ചെയ്യാൻ സഹായിക്കും. അടുത്തതെന്ന് പറഞ്ഞാൽ ജനറൽ നോളജ് ആൻഡ് അവയർനെസ് ആണ്. അതായത് പൊതുവിജ്ഞാനം എന്ന് പറയുന്ന മേഖലയാണ്. PSCക്കൊക്കെ പഠിക്കുന്നവർക്കും ഒക്കെ കോമൺ ആയിട്ട് വരുന്ന ഒരു പൊതുവിജ്ഞാനമാണ്. 20 ഇവിടെ നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ ശ്രമിക്കുക, അറിയാതെ സ്കിപ്പ് ചെയ്യുക എന്നുള്ളത് ഒരു ബ്രില്യൻറ്റ് സ്ട്രാറ്റജിയാണ് ഈ ഒരു മേഖലയിൽ. അടുത്തത് എലമെൻ്ററി മാത്തമാറ്റിക്സ് ആണ്. എലമെൻ്ററി മാത്തമാറ്റിക്സിൻ്റെ പ്രത്യേകത, നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
വളരെ നല്ല സ്കോർ മേടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. 100% സ്കോർ ഉണ്ടാക്കാം, അതായത് 20 മാർക്കും ചിലപ്പം നേടിയെടുക്കാൻ പറ്റുന്നൊരു മേഖലയാണ്. ഇനി അവസാനത്തേന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഓർ ഹിന്ദിയാണ്. ഈ ഒരു മേഖലയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളാൽ മാക്സിമം എഫേർട്ട് ഇട്ട് മാക്സിമം സ്കോർ നേടിയെടുക്കാൻ ശ്രമിക്കുക. ഒരു 20 ചോദ്യത്തിൽ ഒരു 15 വരെയെങ്കിലും എന്ത് ചെയ്യുക, ശരിയാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇത് പറഞ്ഞത് ജി ഡിയുടെ മാത്രം കേസിലാണ്, വേറെ ഒരു SSCയുടെ എക്സാമിൻ്റെയും കേസിലല്ല. അതായത് ഇവിടെ നിങ്ങൾ 160 മാർക്കിൽ 100-നടുത്ത്, ഏതാണ്ട് 100 മാർക്ക് 100-നടുത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് പറ്റും, നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും CBT 1 ക്ലിയർ ചെയ്യാൻ പറ്റും. CBT 1 ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നല്ല, ഉറപ്പായിട്ടും ജോലി കിട്ടും. 100 മാർക്കിനടുത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും. ഏതാണ്ട് 50 മാർക്ക് ഓണം സ്കോർ ചെയ്താൽ ഇതിൻ്റെ ഒരു നോർമലൈസേഷൻ ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യും, CBT 1ൻ്റെ റിസൾട്ടിലുണ്ടാവും. അതായത് 50 മാർക്കൊക്കെ നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ വർഷത്തെ ഒരു പാറ്റേൺ വെച്ചാണ് ഞാൻ പറയുന്നത്. 50 മാർക്കും 52 മാർക്കും കിട്ടിയവർക്കൊക്കെ നോർമലൈസേഷൻ കഴിഞ്ഞപ്പോൾ 72-80 മാർക്ക് ആവുകയും അവർ CBT 1 ക്ലോസ് ചെയ്ത് ഫിസിക്കലിന് വേണ്ടി സെലക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാർക്ക് നിങ്ങൾ അറ്റൈൻ ചെയ്താൽ നിങ്ങൾ എന്ത് പറ്റും, തീർച്ചയായിട്ടും ഇതിനകത്ത് വരും എന്നൊരു ധാരണയുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും 100-നടുത്തൊരു മാർക്ക് മേടിക്കാൻ ശ്രമിക്കുക. കാരണം ബാക്കി 2 ഘട്ടങ്ങൾ കടന്നാൽ എന്ത് പറ്റും, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും എന്നാണ് അതിൻ്റെ അർത്ഥം. അത്രയും മേടിക്കാനൊന്നും വലിയ പാടില്ല. CGL പോലെയോ CHSL പോലെയോ ഒന്നുമില്ല. ഒരു സാമാന്യ ആവറേജ് എഫർട്ട് ഇട്ടാൽ പോലും നിങ്ങൾക്കത് ഈസി ആയിട്ട് കിട്ടാവുന്നൊരു എക്സാമിനേഷനാണ്. ഇനിയും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്താണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പറയത്തക്ക വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. 5 കിലോമീറ്റർ ദൂരം 24 മിനിറ്റ് കൊണ്ടാണ് ഓടേണ്ടത്. അതൊരു വലിയ സ്റ്റെപ്പ് ഇട്ട് ഒരു മോഡറേറ്റ് സ്പീഡിൽ ഓടിയാൽ, നമ്മൾ സ്പീഡിൽ നടന്നാൽ പോലും ഈ ഒരു സമയം കൊണ്ട് നമ്മൾ അത്രയും കിലോമീറ്റർ ഓടി നമ്മൾ കവർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് അതൊരു വലിയ ഹെർക്കൂലിയൻ ടാസ്ക് ഒന്നുമല്ല. ഇത് മെയിലിൻ്റെ കോൺടെസ്റ്റിനാണ്. സ്ത്രീകൾക്ക് 1.6 കിലോമീറ്റർ 8.5 മിനിറ്റ് കൊണ്ടാണ് അത് കവർ ചെയ്യേണ്ടത്. അതും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഈസി ആയിട്ട് തന്നെ ക്രാക്ക് ചെയ്യാവുന്നതാണ്. ഇനിയും റേസ് 1.5 കിലോ, അത് കഴിഞ്ഞുള്ള റേസ് എന്ന് പറഞ്ഞാൽ 1.5 കിലോമീറ്റർ 7 മിനിറ്റ് കൊണ്ട് 1.6 മീറ്റേഴ്സ്, അതായത് 1 കിലോമീറ്റർ 600 മീറ്ററും 7 മിനിറ്റ് കൊണ്ട് ഓടിയെത്തുക. സ്ത്രീകൾ ഇത് 800 മീറ്റർ 5 മിനിറ്റ് കൊണ്ട് ഓടിയെത്തുക. ഇതാണ് ഇവരുടെ പാരാമീറ്റർ. സ്ത്രീകൾക്ക് കുറച്ചും കൂടി പാരാമീറ്റേഴ്സ് കുറവായിരിക്കും എപ്പോഴും. ഈ പാരാമീറ്ററാണ് ഇതിനകത്ത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ വരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നുള്ള ഇതൊന്നും വലിയ ഘടകമല്ല. ഇത് രണ്ടും ക്രോസ് ചെയ്താൽ തന്നെ ഹാഫ് നിങ്ങൾ സക്സസ് ആയി എന്ന് തന്നെ കരുതുക. അതായത് റിട്ടേണും ഈ ഒരു മേഖലയും കടന്നു കഴിഞ്ഞാൽ നിങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് ജോലിക്കാരനായി ഏറെക്കുറെ എന്ന് കരുതുക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ മെഡിക്കലി എന്തെങ്കിലും അൺഫിറ്റ് വരിക എന്നുള്ളതൊക്കെ ഉള്ളൂ. വേറെ ഒരു പ്രശ്നവും നിങ്ങളെ മുമ്പിൽ വരില്ല എന്ന് തന്നെ ഓർത്ത് വെച്ചുകൊള്ളുക. ഇനി നമുക്ക് ഇതിന്റെ പ്രധാനപ്പെട്ട കോർ ഏരിയയിലേക്ക് പോകാം. സ്റ്റഡി പ്ലാൻ ആണ്. ഈ സ്റ്റഡി പ്ലാൻ പറയുന്നതിനൊപ്പം തന്നെ ഇതിന് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉള്ളതായതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ റൊട്ടൈൻ ഒന്ന് മാറ്റണം. ലൈവ് റൊട്ടൈൻ തന്നെ മാറ്റണം. മോർണിംഗിൽ ഒരു 6 മണിക്കോ 5:30ക്കോ എണ്ണിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ഈ പറയുന്ന ഒരു ടാർഗറ്റിൽ പാരാമീറ്ററിൽ നിങ്ങൾ ഓടി പ്രാക്ടീസ് ചെയ്യുക. പിന്നെ കുറച്ച് ഇനങ്ങളുണ്ട്, അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, പുഷപ്സ് പുള്ളപ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ് കൂടി മെയിൻറ്റെയിൻ ചെയ്ത് തുടങ്ങുക. കാരണം ഇതൊരു റൈറ്റ് ടൈമാണ്. ഇപ്പം തുടങ്ങിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റും. ഇനിയുള്ളൊരു 8-9 മാസത്തെ ഒരു എഫർട്ട് നിങ്ങളെ ഒരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആകും, ഒരു 50,000 രൂപയ്ക്ക് മുകളിലോട്ട് ശമ്പളം വാങ്ങുന്ന ഒരു എംപ്ലോയി ആക്കി മാറ്റും എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക. അതിനൊപ്പം നിങ്ങൾക്ക് എങ്ങനെ ഈ പരീക്ഷയെ ബീറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഒരു ബാലൻസ്ഡ് സ്റ്റഡിയാണ് നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യേണ്ടത്. അതിൽ തന്നെ റീസണിങ്, മാത്സ് ഇതിന് നല്ല ഫോക്കസ് കൊടുത്തുകൊണ്ട് ഇംഗ്ലീഷിനും അത്യാവശ്യം ഫോക്കസ് കൊടുത്ത് GKയിലെ കോമൺ ടോപ്പിക്കുകളെല്ലാം പഠിച്ചുകൊണ്ട് വേണം പോകുന്നത്. അതിന് ഡീറ്റെയിൽ ആയിട്ടൊരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും. ഇത് ജസ്റ്റ് ഒരു അവയർനെസ്സിന് വേണ്ടി നിങ്ങൾ എങ്ങനെ ഇപ്പം നിലവിൽ പഠിക്കുന്നവർ എങ്ങനെ പഠിക്കണം, പുതുതായിട്ട് പഠിക്കുന്നവർ ഏതൊക്കെ രീതി ഫോളോ ചെയ്യണം എന്നൊന്ന് പറയാനാണ്. ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഏത് പരീക്ഷയുടെയും കീ കിടക്കുന്നത് സിലബസിലാണ്. അപ്പോൾ പ്രിപ്പറേഷൻ തുടങ്ങേണ്ടത് സിലബസ് ബേസിലായിരിക്കണം. സിലബസ് ബേസിൽ തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങുക. ഇതിനുശേഷം സിലബസ് വെയിറ്റേജ് ആണ്. ഇതൊരു സ്മാർട്ട് വർക്കാണ്. എല്ലാ വർഷങ്ങളിലും പരീക്ഷകൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ എക്സാമുകളിൽ അവർ കൂടുതലായിട്ട് ചോദിച്ചിരിക്കുന്ന വെയിറ്റേജ് നോക്കണം. അതിൽ പ്രധാനമായിട്ടും നമ്മൾ GKയിലാണ് നോക്കേണ്ടത്. GKയിൽ ഏതൊക്കെ ഭാഗത്തുനിന്ന് മസ്റ്റായിട്ടും ചോദിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഭാഗം ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം. പിന്നീട് മാത്തമാറ്റിക്സിലും റീസണിങ്ങിലും വർഷങ്ങളായിട്ട് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഭാഗങ്ങളിൽ കൂടുതൽ സ്ട്രെസ് കൊടുത്ത് പ്രാക്ടീസ് ചെയ്യുക. ബാക്കിയുള്ള ഭാഗങ്ങളുടെ പ്രാക്ടീസ് കുറയ്ക്കുക എന്ന് കരുതി അതിനെ സ്കിപ്പ് ചെയ്യരുത്. ഇംഗ്ലീഷും അത് തന്നെയാണ്. ചോദിക്കുന്ന ചോദ്യത്തിന്റെ പാറ്റേണുകൾ മനസ്സിലാക്കി അതേ ഭാഗം റിപ്പീറ്റ് ചെയ്യുക. ഇനിയും ഈ സിലബസ് വെയിറ്റേജ് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് പറ്റിക്കഴിഞ്ഞാൽ അതിനുള്ള ഒറ്റ മാർഗം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ GD ഉൾപ്പെടെ GD, MDS അത് മാത്രമാകരുത്, CGL, CHSL പോലുള്ള പരീക്ഷകളുടെ കൂടി ക്വസ്റ്റ്യൻ എടുത്ത് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. പാടായിരിക്കും എങ്കിലും നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത് എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും, മനസ്സിലാക്കാനുള്ള ഒരു സ്കില്ല് കിട്ടും. ആ ഒരു ഏരിയ നിങ്ങൾ കൃത്യമായിട്ട്
സ്ക്യൂട്ടനൈസ് ചെയ്തിട്ട് അതിന്റെ ഭാഗത്തെ ക്വസ്റ്റ്യനുകൾ ചെയ്ത് വേഗത കൂട്ടുക. ഇവിടെ ഒരു മാത്സിൽ ഏറ്റവും പ്രധാന മാത്സിലും റീസണിങ്ങിലും SSC പരീക്ഷകളിൽ പൊതുവെയും നിങ്ങളെ കീഴ്പ്പെടുത്തുന്നത് പരീക്ഷയിലെ ക്വസ്റ്റ്യനുകളല്ല, അതിന്റെ വേഗതയാണ്. അപ്പോൾ ആ വേഗത ആർജിക്കാനുള്ള ഒരു സ്കില്ല് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഒരു കണക്ക് ചെയ്യുവാൻ ഒരു അര മിനിറ്റിൽ താഴെ, ഏതാണ്ട് 30 സെക്കൻഡിൽ താഴെയുള്ള ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്തോ ആൻസറിൽ നിന്ന് കെട്ടിയോ ഏത് രീതിയിൽ എളുപ്പം ആൻസറിലേക്ക് എത്താം എന്ന് പറയുന്ന ഒരു സ്കില്ലുണ്ട്, അത് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഇനിയും ഇത് മാത്രം പോരാ, കോൺസ്റ്റന്റ് റിവിഷൻ വേണം, റിവിഷൻ ടെസ്റ്റും വേണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത്. അതായത് നമ്മൾ ഏതൊരു കണ്ടന്റ് പഠിച്ചാലും ആ കണ്ടന്റ് കുറച്ച് കഴിയുമ്പോൾ മറന്നു പോകും. മനുഷ്യനാണ്, സാർവത്രികമായിട്ട് അവന് മറവി ഉള്ളത് കൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്യേണ്ടി വരും, റിപ്പീറ്റ് ചെയ്ത് അത് വായിച്ചെങ്കിൽ മാത്രമേ ഇത് ചെയ്യുകയുള്ളൂ. നമ്മളിത് തുടക്കം, അതായത് ഇന്ന് തുടങ്ങുന്ന കണ്ടന്റ് റെഗുലറായിട്ട് റിവൈസ് ചെയ്ത് ഏതാണ്ട് പരീക്ഷയുടെ CBT എക്സാം തീരുന്ന വരെയും ഇത് കണ്ടക്ട് ചെയ്യുക. CBT എക്സാം നോക്കി നമ്മുടെ സ്കോറും അനാലിസിസ് ചെയ്ത് നമുക്കൊരു 100-നോ 100-ന് എബോവ് സ്കോർ ഉണ്ടെന്ന് കഴിഞ്ഞാൽ അന്ന് മുതൽ നിങ്ങൾ നിർത്തിക്കോ, അതിനുശേഷം നിങ്ങൾ റിലാക്സ് ചെയ്തോ. പക്ഷെ അതുവരെ എന്ത് വേണം, അതുവരെ മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു കോൺസ്റ്റന്റ് റിവിഷൻ കണ്ടിന്യൂ ചെയ്തു പോവുക. എന്നിട്ട് റിവിഷൻ ടെസ്റ്റ് കൂടി എഴുതുക. ഈ റിവിഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ റിവിഷൻ അത്രത്തോളം പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ ചെയ്തു എന്നറിയാൻ വേണ്ടിയുള്ളൊരു മെത്തേഡാണ്. ഇനി ഇത് കൂടാതുള്ളൊരു മാർഗ്ഗമാണ് ടെസ്റ്റ് സീരീസ്. അതായത് നമ്മൾ ഉൾപ്പെടെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകൾ വ്യത്യസ്തങ്ങളായുള്ള ടെസ്റ്റ് സീരീസ് നടത്താറുണ്ട്. നോർത്ത് ഇന്ത്യൻ മീഡിയാസ്, പിന്നെ ചില വെബ്സൈറ്റുകൾ, ഇവിടെയൊക്കെ ധാരാളം SSCയുടെ ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ്. ഇതെടുത്ത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നിലവാരം നിങ്ങൾ പോലും അറിയാതെ ഉയരും. കാരണം ക്വസ്റ്റ്യനുകളുടെ ഡിഫിക്കൽട്ടി ലെവൽ ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും. മോഡറേറ്റ്, ഈസി, ഡിഫിക്കൽട്ടി, ഇങ്ങനെയുള്ള പല ലെവലിലെ ക്വസ്റ്റ്യനുകൾ ചെയ്ത് എക്സാം എന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാവില്ല. കാരണം റെഗുലറായിട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതൊരു ബുദ്ധിമുട്ടുള്ള സംഗതിയല്ല, ടെൻഷൻ എന്ന് പറയുന്ന കാര്യം മാറും. ലാസ്റ്റിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സ്കോർ 100-ന് മുകളിലേക്ക് എത്തുകയും നിങ്ങൾ ഈസി ആയിട്ട് അകത്താവുകയും ചെയ്യും. ഈ എക്സാമിന്റെ ലിസ്റ്റിനകത്താവുകയും നിങ്ങൾക്ക് ജോലി കിട്ടുകയും ചെയ്യും. ഇതാണ് ശരിക്കും ഒരു ഔട്ട്ലൈൻ സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞാൽ. ഇതൊരു ഇന്നർ ഡീപ്പായിട്ടുള്ള പ്ലാൻ ഉണ്ട്. അത് കൃത്യമായിട്ട് നമ്മളൊരു വീഡിയോയോടെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പം ഈ പഠിച്ചു തുടങ്ങുന്നവർ ഈ ഒരു പ്ലാൻ ഉണ്ടാക്കി ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് ഉടൻ തന്നെ തുടങ്ങുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം. പിന്നെ മറ്റൊരു കാര്യം, ഏണസ്റ്റ് അക്കാഡമിയുടെ ക്ലാസ് വളരെ ഗംഭീരമായ രീതിയിൽ തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ ഈ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് പ്ലാൻ ചെയ്ത് പോകുന്നത്. ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ, അതായത് ഇനിയുള്ള ക്ലാസ്സുകൾക്കൊക്കെ ഫോക്കസ് ചെയ്യുന്ന GD ആയിരിക്കും. നമ്മൾ എങ്ങനെയും കുറച്ച് കുട്ടികൾക്ക് ഈ സർവീസിൽ കയറ്റുക, നമ്മുടെ കുട്ടികളെ മുഴുവൻ GDക്ക് യോഗ്യതയുള്ള, ഫിസിക്കൽ എഫിഷ്യൻസി ഉള്ള എല്ലാവരെയും GDയുടെ CBT-1 കടത്തി ഫിസിക്കലിൽ എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ലക്ഷ്യമാണ്. ആ ഒരു ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് അക്കാഡമി പോകുന്നത്. അപ്പം ആർക്കെങ്കിലും ഈ ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ചേരുക. നമ്മുടെ കോഴ്സ് ഓൺലൈനും ഓഫ്ലൈനുമായിട്ടുണ്ട്. അത് തന്നെ ഹൈബ്രിഡ് മെത്തേഡിലാണ്. അപ്പോൾ ആ കോഴ്സിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളും ടെസ്റ്റ് സീരീസുകളും കണ്ടന്റുകളും ഒക്കെ തുടങ്ങുകയാണ്. അപ്പം ചേരുന്നവർ ഇടം തന്നെ ചേരുക എന്നുള്ളതാണ്. GDയുടെ എക്സാം വളരെ പെട്ടെന്ന് എത്തും. അതിന് മുമ്പ് തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങി വെൽ അക്വയർ ആയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തുണ്ടാക്കാൻ പറ്റൂ, റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ വരാൻ പോകുന്ന വേക്കൻസികൾ 1-2 അല്ല, ഏതാണ്ട് 50,000-ന് അടുത്തായിരിക്കും എന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളുടെ പ്രത്യേകത, കേരളത്തിൽ എവിടെ ഇരുന്ന് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്. ഒപ്പം തന്നെ അടൂരുടെ ക്യാമ്പസിൽ ഓഫ്ലൈൻ ക്ലാസ്സുകളുണ്ട്. റെഗുലറായിട്ട് എക്സാം പ്രാക്ടീസുകൾ ഉണ്ടാവും, റെഗുലർ ടെസ്റ്റ് സീരീസുകൾ ഉണ്ടാവും. അങ്ങനെ നിരന്തരമായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അപ്പം ഈ ആക്ടിവിറ്റികളിലൂടെ നമുക്കൊരു കേന്ദ്ര സർക്കാർ ജോലിയാണ് നേടിയെടുക്കാൻ പറ്റുന്നത്. അപ്പം താല്പര്യമുള്ളവർ ഉടൻ തന്നെ താഴെയുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനിയും അതും അല്ലാത്തവർക്ക് നേരിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വേറൊരു ദിവസം കാണാം. ഗുഡ് ബൈ.